വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ സിറാത്തുൽ മുസ്തഖീം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർമ്മ പുതുക്കാനും അറിയാത്തവർക്കൊരു ഓർമ്മപ്പെടുത്തലും ഒരു പുതിയൊരു അറിവെന്ന നിലയ്ക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ്. നമ്മളെപ്പോഴും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ നമുക്കെല്ലാവർക്കും ഒരു തവണയെങ്കിലും ഒരു ആവർത്തിയെങ്കിലും അതിൻ്റെ ആശയം അറിഞ്ഞ് വായിച്ചിട്ടുള്ള ഓതിയിട്ടുള്ള ആളുകൾക്കറിയാം. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയാണ്. കാരണം ഫാത്തിഹ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതൊക്കെ എന്താ? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞ് അവനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, അവനെ മഹത്വപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം അത് നമ്മൾ റബ്ബിനോട് നേരിട്ട് ചോദിക്കുന്നതിന് മുമ്പുള്ള മര്യാദയിൽപ്പെട്ടതാണെന്ത്? ആ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് പുകഴ്ത്തുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തി പിന്നെ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അമല്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അത് നമ്മൾ മുന്നിൽ നിർത്തുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം റബ്ബിനോട് ചോദിക്കാൻ പോവാണ്, പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന നമ്മൾ റബ്ബിനോട് തേടാൻ പോവാണ്. ആ പ്രാർത്ഥന റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ, നമ്മൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകാൻ അതിനുള്ള ഒരു വഴികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തുകയും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന അമലുകൾ മുൻനിർത്തി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. എന്നുവെച്ചാൽ സൂറത്തുൽ ഫാത്തിഹയുടെ മർമ്മം എന്നുള്ളത് ഈ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ പണ്ഡിതന്മാർ സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂറത്ത് എന്നും വിളിക്കപ്പെടാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉള്ള പേരുകളിലൊരു പേരാണ് പ്രാർത്ഥന. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ നിസ്കാരത്തിൽ ഓരോ റക്അത്തുകളിൽ ഒരു മുസ്ലിം ഏറ്റവും മിനിമം 17 തവണ നിത്യേന ഡെയിലി റബ്ബിനോട് റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് കൈകെട്ടി അവൻ റബ്ബിൻ്റെ മുന്നിൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പലർക്കും അത് അറിയില്ല, പല മുസ്ലിമീങ്ങൾക്കും സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണെന്നോ ആ പ്രാർത്ഥനയിൽ ഞാൻ റബ്ബിനോട് എന്താണ് ചോദിക്കുന്നതെന്നോ പല ആളുകൾക്കും അറിയില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ത്? ഇത് ഓരോ നിസ്കാരത്തിലും ഓരോ റക്അത്തുകളിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ശരിയാവോ? ഇല്ല. അപ്പോൾ ഇത്രയധികം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയാണെങ്കിൽ അതിൻ്റെ മർമ്മം, അതിൻ്റെ ആകത്തുക എന്നുള്ളത് ഈ ഒരു പ്രാർത്ഥനയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം ആവശ്യമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ദിവസം 17 തവണ ആവർത്തിച്ച് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള പ്രാർത്ഥനയാണ്, നമ്മൾ ഏറ്റവും അധികം ആവശ്യക്കാരായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി ചേർക്കണമേ. ഒരു സംശയം, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ? അങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് വീണ്ടും അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കിട്ടാൻ റബ്ബിനോട് ആവശ്യപ്പെടുന്ന? എന്തിനാ?
എന്താണ് അതിൻ്റെ പിന്നിലുള്ള പൊരുളെന്താ? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് തിരിച്ചറിഞ്ഞ് അവൻ്റെ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിച്ച നമ്മൾ പിന്നെയും എന്തിനാണ് എപ്പോഴും ഓരോ റക്അത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ആവർത്തിക്കുന്നത്? എന്തിനാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഒരൊറ്റ സെക്കൻഡ് മാത്രം മതിയാവും. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നമ്മളിൽ നിന്ന് ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഹിദായത്ത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം നമുക്ക് പിന്നൊന്നും സംഭവിക്കാനില്ല. അപ്പം നമ്മളിൽ നിന്ന് ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള തേട്ടമാണ്, പ്രാർത്ഥനയാണ്, ചോദ്യമാണ് അള്ളാഹുവിനെ അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരും ഇതിങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. നാം ഓരോരുത്തരും ഏറ്റവും അധികം റബ്ബിനോട് ചോദിക്കേണ്ട പ്രാർത്ഥനയാണ് സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുക. കാരണം എന്താണെന്നറിയോ? നമ്മളെ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഈ ദുനിയാവിൽ മുഴുവൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം അധികരിപ്പിച്ച പ്രാർത്ഥനകളൊരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ളൊരു സാധാരണ ഒരു വ്യക്തി അതിലേക്ക് എത്രമാത്രം ആവശ്യക്കാരായിരിക്കും ആ പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിലേക്ക്, എപ്പോഴും റബ്ബിനോട് ആ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ എത്രമാത്രം ആവശ്യക്കാരായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് എന്ത് ഫിത്തനകളുണ്ടെങ്കിലും എന്ത് വൃത്തികേടുകളുണ്ടെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ഇതിലെത്തും. എവിടേക്കും പോകാതെ, ഒന്നിനും ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങാതെ അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിൽ 2-3 ക്ലിക്കുകൾ അമർത്തിക്കഴിഞ്ഞാൽ, 2-3 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന് ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ഏത് വൃത്തികേടും അവനിലേക്കെത്തും. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പോലും സലഫുകൾ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ പറയാറുണ്ട്, ലൈസൽ അജബു ബിമൻ വല്ല കൈഫ വൽ. വഴിതെറ്റിയവൻ എങ്ങനെ വഴിതെറ്റി എന്നുള്ളതിൽ ഒരു അത്ഭുതമില്ല. കാരണം ദുനിയാവ് മുഴുവൻ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ്. വലാകിന്നൽ അജബു ബിമൻ നജ കൈഫ നജ. മറിച്ച് ശരിക്കുള്ള അത്ഭുതം ഇതിലൊന്നിലും വീഴാതെ രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിലാണ് അത്ഭുതം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയവരല്ലാതെ, അള്ളാഹു മരണം വരെ ഹിദായത്ത് കൽബിൽ നിലനിർത്തിയവരല്ലാതെ ഒരാൾ അവൻ്റെ ഹൃദയത്തിൽ ഹിദായത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. നമുക്ക് റബ്ബിൻ്റെ സഹായം കൂടിയേ തീരൂ. നമ്മുടെ നെഞ്ചകത്തുള്ള ഈമാൻ അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾക്ക് സ്വയം സാധിക്കുന്ന കാര്യമല്ല. അത് റബ്ബ് നമ്മളെ ആ വിഷയത്തിൽ സഹായിച്ചാലല്ലാതെ നമ്മൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കൂല. റബ്ബിൻ്റെ സഹായം കൂടാതെ നമ്മൾക്ക് പറ്റൂല, ഒരു കാര്യവും സാധിക്കൂല. അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ ഹിദായത്ത് നിലനിർത്തുക എന്നുള്ളത് റബ്ബിൻ്റെ സഹായം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോധ്യം നമുക്കെപ്പോഴും നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വേണം. നമ്മൾക്ക് ചുറ്റും ഹിദായത്ത് കിട്ടിയതിന് ശേഷം നഷ്ടപ്പെട്ടു പോയ ആളുകളിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. എത്ര ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയതിൻ്റെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഇരട്ടിയാണ്. അവരിൽ നമ്മളെക്കാൾ ബുദ്ധിശക്തിയുള്ള ആളുകളുണ്ട്, IQ പവറുള്ള ആളുകളുണ്ട്, മെമ്മറി പവറുള്ള ആളുകളുണ്ട്.
വലിയ വലിയ സയൻറ്റിസ്റ്റുകളും വലിയ വലിയ ബുദ്ധിശക്തിയുള്ള ആളുകളൊക്കെ അവരിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ പലർക്കും ഈ ദീനാണ് ഹക്ക് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരിൽ പല ആളുകളെ നമുക്ക് പലർക്കും അറിയാം. നമ്മുടെ നാട്ടുകാരിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട പല ആളുകളെയും നമുക്ക് അറിയുകയും ചെയ്യാം. അവർക്ക് ഹിദായത്ത് വ്യക്തമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം പല ആളുകളെയും. എന്നിട്ടും അവരെന്തേ ഹിദായത്ത് തെറ്റിപ്പോയത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹു ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തിയവർക്കല്ലാതെ ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുക സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് നമ്മൾ ഓരോ കാര്യത്തിലേക്കും ആവശ്യക്കാരാണ്, ഓരോന്നിലേക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹിദായത്തിൻ്റെ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു, നിങ്ങളെല്ലാവരും വഴിപഴച്ച ആളുകളാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ. ഫസ്തഹ്ദൂനി അഹദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കണം, അപ്പം ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. റബ്ബിനോട് ചോദിക്കുന്നവർക്ക് റബ്ബ് നൽകുക, ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഞാൻ റബ്ബിനോട് ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ബോധത്തോടു കൂടി തന്നെ നമ്മൾ ചോദിക്കണം. അതേ ബോധത്തിൽ തന്നെ നിസ്കരിക്കണം. അപ്പോഴാണ് നിസ്കാരമാവുക. കേവലം എന്തെങ്കിലും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ നാവിലൂടെ ഉച്ചരിക്കലല്ല ദീനിൽ ഉള്ള ദിക്റുകളും സൂറത്ത് ഖുർആനിൻ്റെ വചനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും. ഓരോന്നിനും അതിൻ്റേതായ ഹിക്മത്തുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം എന്താണെന്നറിയോ? എന്താണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പഠിക്കലാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? മറ്റുള്ള സിറാത്തുകൾ നമുക്കറിയാം നരകത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആയത്ത്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വഴികേടുകളെ പറ്റി അള്ളാഹ് പഠിപ്പിച്ചെന്നെന്താ? ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞു. ഇരുട്ടുകൾ, ഇരുട്ടല്ല, ഇരുട്ടുകൾ ബഹുവചനമാണ്. എന്നാൽ ഹിദായത്തിനെ പറ്റി അള്ളാഹ് പറഞ്ഞാൽ എന്താ? മിനദ്ദുലുമാതി ഇലന്നൂർ. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശങ്ങളാണോ? അല്ല, പ്രകാശം, ഒരു പ്രകാശം, ബഹുവചനമല്ല, ഏകവചനം. എന്ന് വെച്ചാൽ നരകത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ ഒരുപാടാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അങ്ങനെയല്ല, ഒരൊറ്റ വഴിയുള്ളൂ. അതല്ലേ ഖുർആനിൽ അത് പറയും, ഇഹ്ദിന സിറാത്ത്. സിറാത്ത് എന്ന് വെച്ചാൽ ഒരു വഴിയാണ്, രണ്ടില്ല, മൂന്നില്ല, ഒരേ ഒരു വഴിയാണ്. ഈ വഴി ഏതാണ് എന്ന് നമ്മൾ പഠിക്കണം. അത് നമ്മൾ അതിന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് മാനദണ്ഡമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മൾ ആ മാർഗത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. എന്താണ് ശരിയായ സിറാത്തുൽ മുസ്തഖീമിനെ തിരിച്ചറിയാനുള്ള വഴി? എന്താ അടയാളം? എന്താ? എല്ലാ ആളുകളോടും ചോദിച്ചു നോക്കിയേ. ഇന്നിപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മുസ്ലിമീങ്ങളുടെ അവസ്ഥ നാട്ടിൽ മലയാളത്തിൽ പറയാറുണ്ട്, 6 ആളുണ്ടെങ്കിൽ 100 ദീനാണ്. പലരും പല കോലത്തിലാണ്. ഒന്ന് കിഴക്കാണെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറാണ്. പക്ഷെ എല്ലാവരും പറയെന്താ? ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഇതിലേതാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീം? എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അധികാരം കൊണ്ടും അതുപോലെ തന്നെ സ്വാധീനം കൊണ്ടുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണോ സിറാത്തുൽ മുസ്തഖീമിൻ്റെ ആളുകൾ? അതാണോ അതിൻ്റെ മാനദണ്ഡം? അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അണികൾ പിന്തുടരുന്ന വിഭാഗമാണോ സിറാത്തുൽ മുസ്തഖീമിൻ്റെ ആളുകൾ? എന്താണ് അതിനുള്ള മാനദണ്ഡം? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു മാനദണ്ഡം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ പഠിപ്പിച്ചു തന്നത് എവിടെയും നമ്മൾ അന്വേഷിച്ച് കുറേ ദൂരേക്കൊന്നും പോകണ്ട.
ഫാത്തിഹ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചതാണ്. അള്ളാഹ് തന്നെ വിശദീകരിച്ചു തരുന്നുണ്ട്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹ് പറഞ്ഞു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താണ് സിറാത്തുൽ മുസ്തഖീം? അള്ളാഹ് വിശദീകരിച്ചു തരാം, ശ്രദ്ധിക്കണം. അള്ളാഹ് പറയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗം. അള്ളാഹുവേ നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ അടുത്ത ചോദ്യം, ആരെയാണ് അള്ളാഹു നിഅമത്ത് ചെയ്തത്? ആ ആളുകൾ ആരാണ്? അതും അള്ളാഹു ഖുർആനിൽ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരാണ് അനുഗ്രഹിച്ച ആളുകൾ? നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. ഇവർക്കെല്ലാവർക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവരുടെ എല്ലാവരുടെയും മാർഗം ഒരു മാർഗമാണ്. എല്ലാവരുടെയും മാർഗം ഒരു മാർഗമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇന്നുള്ളത് പോലെ 2, 3, 4, 5, 6 ഇവർക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ മാർഗമുള്ളൂ. ഇവർക്കെല്ലാവർക്കും കൂടി ഒരു വിശ്വാസമേ ഉള്ളൂ. ഇവർക്കെല്ലാവർക്കും ദീനിൻ്റെ വിഷയങ്ങളിൽ ഒരേ നിലപാടുകളേ ഉള്ളൂ. ആ നിലപാട്, ആ വിശ്വാസം, ആ ആദർശമാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇത് 1400 വർഷം മുമ്പ് പറയുന്നതാണെങ്കിലും ഇന്നത്തെ അവസ്ഥയോട് വളരെയധികം യോജിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജൂതന്മാരെ പറ്റിയും നസാറാക്കളെ പറ്റിയൊക്കെ വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും എന്നന്ന് പറയാം. പിന്നെന്താ പറയുക? നമ്മൾ ശ്രദ്ധിക്കണേ, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പറയുന്ന കാര്യമാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. നമ്മൾ പലരും കരുതിയിട്ടുള്ള എന്താ, മുസ്ലിമായാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, മരിക്കേണ്ട താമസമുള്ള സ്വർഗത്ത് പോകാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? കുല്ലുഹാ ഫിന്നാർ. ആ 73 നരകത്തിലാണ് പഠിച്ചത്. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഇതെൻ്റെ വാക്കല്ല, ഏതെങ്കിലും വിഭാഗത്തിന് നേതാവ് പറയുന്നതല്ല, ഏതെങ്കിലും സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ ക്ഷണിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂൽ അല്ലാഹ്, അവരാരാണ് റസൂലെ? അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? നമ്മൾ പഠിച്ചു വെക്കണം, നമ്മുടെ ഹൃദയത്തിൽ കൊത്തി വെക്കണം. മാ അന അലൈഹി യൗമ വ അസ്ഹാബി. ഇന്നേ ദിവസം എന്ന് വെച്ചാൽ പറയുന്ന ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ അതേ അവസ്ഥയിലുള്ള ആളുകൾ. അവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആളുകളും നരകത്തിൽ പ്രവേശിക്കപ്പെടാൻ അർഹരാണ്. അവരൊന്നും അവരുടെ തടി നരകത്ത് സലാമത്താക്കിയിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ മുസ്ലിമായി നരകത്ത് പോകാനാണോ? ആണോ? നമ്മൾക്ക് നമ്മുടെ കൺമുന്നിലുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, നമ്മുടെ സമ്പത്ത് കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്ന എത്രയോ ഹറാമുകളുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? നരകത്ത് പോവാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ നരകമോചനം പൂർണ്ണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ നിലപാടുകളിൽ, ആദർശത്തിൽ, വിശ്വാസത്തിലാകുമ്പോൾ മാത്രം. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ തടി നരകത്തിൽ നിന്ന് സലാമത്താക്കിയിട്ടില്ല, രക്ഷപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ പഠിപ്പിച്ചിരുന്നു. സൂറത്തുൽ ബഖറയിലെ 134-ാമത്തെ ആയത്തിൽ
അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ഫൈൻ ആമനു ബിമിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആ ആളുകൾ ആരാണ്? അന്നത്തെ കാലത്ത് വിശ്വസിക്കാത്ത ആളുകൾ. അതെല്ലാ കാലത്തുള്ള ആളുകൾക്കും ബാധകമാണ്. സ്വഹാബത്തിൻ്റെ പുറത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ സ്വഹാബത്തെ അവരും വിശ്വസിച്ചാൽ, നിങ്ങളുടെ ഈമാൻ പോലെ സ്വഹാബത്തെ അവരുടെ ഈമാനുമായി കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. അള്ളാഹ് ഉറപ്പ് തരികയാണ്, അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. നമ്മൾ ഹിദായത്തിലാണ്, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്, നമ്മൾ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന മാർഗത്തിലാണ്, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വഴിയിലാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന കോലത്തിലാണ് എന്ന് അള്ളാഹ് നമുക്ക് ഉറപ്പ് തരികയാണ്. എങ്ങനെയാണെങ്കിൽ മാത്രം നമ്മളുടെ വിശ്വാസം സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലാണെങ്കിൽ മാത്രം. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്കെൻ്റെ വാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയും, എനിക്കെൻ്റെ കുടുംബക്കാരും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും കേട്ടതും ഒക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ വിശ്വാസം തന്നെയാണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരണം. അതാണൊരു സത്യസന്ധതയുള്ളൊരു മുസ്ലിം. അവൻ അങ്ങനെയാണ് ചിന്തിക്കുക. ഞാൻ ഇത്രയും കാലം വിശ്വസിച്ച് പോകുന്ന ഈ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ, നിലപാടുകൾ, ഇതേ വിശ്വാസ ആദർശ നിലപാടുകൾ തന്നെ ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയത്? നമ്മൾ പരിശോധിക്കണം, പഠിക്കണം, ചോദിക്കണം. അങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന നിങ്ങളുടെ ഉസ്താക്കന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരോട് ഈ കാര്യത്തിന് ഇത് സ്വഹാബത്തിൻ്റെ നിലപാടാണെന്ന് അറിയിക്കുന്ന തെളിവുകൾ അവരോട് ഹാജരാക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. നിങ്ങളുടെ പരലോകത്തിൻ്റെ വിഷയം. ഇതിങ്ങനെ ആകാത്ത ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ കാലാകാലം നരകത്തിലാണെന്നൊന്നുമല്ല. അവരിൽ കറകളെന്ന തൗഹീദുള്ള, ഈമാൻ കുറ്റമറ്റതായിട്ടുള്ള ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് എത്തും. പക്ഷേ അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടാൻ അർഹരായ രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടും. ഇങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ വരുന്ന രംഗമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടി അടുക്കലേക്ക് വരും, ഹൗദിലേക്ക്. അപ്പം അവരിങ്ങനെ വരുന്നത് ദൂരം നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ഒരു സംഘം വുദൂവിൻ്റെ അടയാളങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരിച്ചറിയും, ഇതെൻ്റെ ഉമ്മത്താണെന്ന് മനസ്സിലാവും. കാരണം ഈ ഉമ്മത്തിൽ മാത്രമേ വുദൂവിൻ്റെ അടയാളങ്ങൾ പ്രകാശിക്കുള്ളൂ. അങ്ങനെ അവർ ഈ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എൻ്റെ അടുക്കലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ്, ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെയും നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ ഹൗദിലേക്ക് വന്നുകൊണ്ടിരിക്കെ മലക്കുകൾ ഇവരെ വഴിയിൽ വെച്ച് തടയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ ഹൗദിൽ ലക്ഷ്യമാക്കി കടന്നു വന്ന ഈ സംഘത്തെ മലക്കുകൾ നരകത്തിൻ്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെൻ്റെ ഉമ്മത്താണ്, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്താണ്, അവരിങ്ങോട്ട് കടത്തി വിടണം, അവർക്ക് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാനുള്ളതാണ് എന്ന് മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത് എന്താണെന്നറിയോ? ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക. ശ്രദ്ധിക്കേണ്ട വാക്കാണ്. റസൂലെ, താങ്കളുടെ കാലഘട്ട ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ പുതുതായി ചെയ്തത്, പുതുതായി കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ല റസൂലേ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ച് പോയ ആ ആദർശം നമുക്ക് മതി. ആ ആദർശത്തിൽ നിന്ന് പുതുതായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിട്ടേച്ച് പോയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പുതുതായി ഒരു കാര്യം നമുക്ക് വേണ്ടതില്ല, ഒരു കാര്യം വേണ്ടതില്ല, ഒരു വിശ്വാസം നമുക്ക് വേണ്ടതില്ല, ഒരു പ്രവർത്തനം നമുക്ക് വേണ്ടതില്ല, ഒന്നും വേണ്ടതില്ല.
എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിട്ടേച്ചു പോയത്, ആ ആദർശം മാത്രം നമുക്ക് മതി അള്ളാഹിനെ തൃപ്തി കരസ്ഥമാക്കാൻ. അത് മാത്രം മതി. സ്വഹാബത്ത് ദീനായി പ്രവർത്തിച്ച ഇബാദത്തുകൾ മാത്രം നമുക്ക് മതി അള്ളാഹിനെ തൃപ്തി കരസ്ഥമാക്കാൻ. വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് അള്ളാഹുവിന് തൃപ്തി കിട്ടും. നമ്മൾ നരകത്തെ രക്ഷപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ള പറയുന്ന വാക്കാണ് സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്ത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. രണ്ടേ രണ്ട് വിഭാഗം, ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന രണ്ടേ രണ്ട് പടപ്പുകളിലുള്ളൂ. രണ്ടേ രണ്ട് വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ആരാ? മുഹാജിറുകളും അൻസാറുകളും. ഒന്നാമത്തെ വിഭാഗം. നമുക്ക് മുഹാജിറാവാൻ ചാൻസ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറാവാനും സാധ്യതയില്ല, കഴിയില്ല. പിന്നെ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈ മുഹാജിറുകളെയും അൻസാറുകളെയും ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവർ പോയ പോലെ തന്നെ പിന്നാലെ പോവുക. അവരുടെ വിശ്വാസം മാത്രം വിശ്വസിക്കുക, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മാത്രം പ്രവർത്തിക്കുക, അങ്ങനെ പിന്നാലെ പോവുക. പുതുതായി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. റബ്ബ് നമുക്ക് ബാധ്യതയായി നിശ്ചയിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ പിൻപറ്റിയാൽ മതി. നടക്കുമ്പോൾ പിന്നാലെ, ഓരോ കാല് വയ്ക്കുമ്പോൾ പിന്നാലെ അതിൻ്റെ പുറകിൽ നമ്മൾ ഇങ്ങനെ കാല് വെച്ച് അങ്ങനെ പോയാൽ മതി. അവർ ചെയ്തത് മാത്രം ചെയ്താൽ മതി. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് അള്ളാഹിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സ്വഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾക്ക് ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ സ്വഹാബത്തിൻ്റെ മാർഗം അത് മുറുകെ പിടിക്കുക എന്നത് മാത്രമല്ല, അവരുടെ ആദർശത്തിൽ ഒരു കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കാതിരിക്കുക. അവർ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ദീനായിട്ട് വേണ്ട. അവർ വിശ്വസിക്കാത്തൊരു വിശ്വാസം നമുക്ക് ദീനായിട്ട് നമ്മൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവില്ല, ഒരു കാലത്തും ദീനാവില്ല. അന്ന് എന്താണോ ദീനായിട്ടുണ്ടായിരുന്നത് അത് മാത്രമാണ് ദീൻ. നേരത്തെ പറഞ്ഞ ഈ ഹൗദിലേക്ക് വന്ന ആളുകൾ, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നബി താങ്കളുടെ കാലഘട്ട ശേഷം ഇവർ പലതും പുതുതായി കൊണ്ടുവന്ന ആളുകളാണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതികരിക്കുക? നിങ്ങൾ ശ്രദ്ധിക്കണം. കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്, റഹ്മത്തിൻ്റെ നബിയാണ്, ലോകർക്ക് റഹ്മത്തായി അള്ളാഹു നിശ്ചയിച്ച റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളുടെ മുഖത്ത് നോക്കി പറയും, സുഹ്ഖൻ ലിമൻ ബദ്ദല ദീനി. എൻ്റെ ദീനിനെ മാറ്റിമറിച്ച ആളുകൾ അവർ ദൂരെ പോകട്ടെ, അകന്ന് നിൽക്കട്ടെ, അവരെ ആട്ടിയകട്ടെ. എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം വിഷമമുണ്ടാവും, എത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കും അത്. അങ്ങനെ ആഖിറത്തിൽ വേദനിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സ്വഹാബത്തിൻ്റെ ആദർശ വിശ്വാസ നിലപാടുകൾ പഠിക്കൽ നിർബന്ധമാണ്. അത് പള്ളിയിൽ ഉസ്താദ് മാത്രം പഠിച്ചാൽ പോരാ, ഖുത്ബ പറയുന്ന ഖതീബ് മാത്രം പഠിച്ചാൽ പോരാ, ഓരോ മുസ്ലിമും പഠിക്കണം. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവന്വേഷിക്കുക, ദീൻ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ ഫർള് നിസ്കാരം എന്ന് പറയാറുണ്ട്, നിർബന്ധ നിസ്കാരത്തെ. അതേ വാക്കാണ് ഫരീദത്തുൻ, നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും. നമ്മൾ ഈ ഒരു സ്വഹാബത്തിൻ്റെ ആദർശ നിലപാടുകൾ പഠിക്കാതെ നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുക ഞാൻ അതേ ആദർശത്തിലാണെന്ന്?
സ്വഹാബത്തിൻ്റെ അവരുടെ ദീനിലുള്ള നിലപാടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ ചോദിച്ചറിയാതെ നമുക്കെങ്ങനെ കിടന്നിട്ട് ഉറക്കം വരിക? ഇന്ന് നമ്മുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം അതിൽ നരകം മോചനം ഉണ്ടാകും, നമുക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ സാധിക്കുക? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആരാണ് നമുക്ക് ഉറപ്പ് തന്നത്? നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അവകാശവാദങ്ങൾ, നമ്മുടെ പേരുകൾ നമ്മുടെ പള്ളിക്ക് മുന്നിലും മദ്രസയ്ക്ക് മുന്നിലും നമ്മൾ ചേർത്തി പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തെന്നോ അങ്ങനത്തെ എന്തെങ്കിലും വിളിപ്പേരുകൾ, ഇതൊന്നും നമുക്ക് നാളെ രക്ഷയ്ക്ക് വരില്ല. അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. ആർക്കും എന്തും പറയാം, ആർക്കും എന്തും വാദിക്കാം. പക്ഷെ അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കാനാണ് പണി. നമ്മുടെ ജീവിതത്തിൽ അത് കാണണം. നമ്മളും നമ്മുടെ മക്കളും ഭാര്യയും നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും സ്വഹാബത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് പഠിച്ചവരായിരിക്കണം. അതല്ലാതെ നമുക്ക് കിടന്നിട്ട് ഉറക്കം വരരുത്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ സാധിക്കരുത്, നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കരുത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ തടി നരകത്തിന് സലാമത്താക്കിയിട്ടില്ല എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും വേണം. ഈ ഒരു അവസ്ഥ നമ്മൾക്ക് കൈവരാൻ നമ്മൾ പറഞ്ഞു, ഇതിന് പഠിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉപ്പയിൽ നിന്നും വല്ലുപ്പയിൽ നിന്നും വല്ലുമ്മയിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം, എല്ലാം കൂടിക്കലർന്നിട്ടുണ്ടാകാം. നമുക്കറിയില്ല അതിലെന്തായിരിക്കും ശരി, എന്താണ് തെറ്റ്, നമ്മൾക്കറിയില്ല. നമ്മളൊരു സംശയത്തിൻ്റെ പുറകിൽ ഇങ്ങനെ പോവാണ്. അതൊക്കെ ശരിയായിരിക്കും, അവരെനിക്ക് പഠിപ്പിച്ചെന്ന വിശ്വാസങ്ങളൊക്കെ കൃത്യമായ വിശ്വാസമായിരിക്കും. ആ ഒരു സംശയം നമുക്ക് പോരാ. നമ്മുടെ പരലോകത്തിൻ്റെ വിഷയമാണ്. ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കരുത്. നമ്മൾക്ക് ഉറപ്പ് വേണം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിനെ തൃപ്തിപ്പെട്ട് വിട്ടേച്ചു പോയ അതേ നിലപാടുകളിലാണ് ഞാനുള്ളത്. ദീനിൻ്റെ ഓരോ വിഷയത്തിലും സ്വഹാബത്ത് അള്ളാഹുവിനെ പറ്റി വിശ്വാസമാണ് എനിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇബാദത്തുകളാണ് ഞാൻ ഇബാദത്തുകളായി ചെയ്യുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മവിശ്വാസത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. പഠിക്കാതെ പറ്റൂല. ഇതല്ലാതെ നമ്മൾ വലിയ കുടുംബത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ടോ, നമ്മുടെ തറവാട്ട് മഹിമ കൊണ്ടോ, നമ്മുടെ സമ്പത്തിൻ്റെ വലിപ്പം കൊണ്ടോ, നമ്മുടെ പുറകിലുള്ള അണികളുടെ എണ്ണപ്പെരുപ്പം കൊണ്ടോ ഒന്നും നമുക്ക് റബ്ബിൻ്റെ അടുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. മറ്റൊന്നും നമുക്ക് രക്ഷയ്ക്ക് വരില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു സിറാത്തുൽ മുസ്തഖീം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഈ ഒരു വഴിയെ നമ്മുടെ മുന്നിലുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളൊരിക്കലും നമ്മളിലേക്കല്ല ആളുകളെ ക്ഷണിക്കുന്നത്. നമ്മുടെ മസ്ജിദിലേക്ക് വരണം, നമ്മുടെ കൂട്ടത്തിലേക്ക് വരണം, ഞങ്ങളുടെ ആളുകളാവണം, ഞങ്ങളുടെ പിന്നിൽ നിൽക്കണം, ഞങ്ങളുടെ സംഘത്തിൽ കൂടണം, ഞങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം. ഇതിലേക്കൊന്നും ഞങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ മെമ്പറായിക്കഴിഞ്ഞാൽ, അംഗമായിക്കഴിഞ്ഞാൽ, ഇവിടെ സ്ഥിരം വരുന്ന ഒരാളായിക്കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിന് രക്ഷപ്പെടുന്ന ഗ്യാരണ്ടി തരാൻ നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ കാര്യം പോലും നമുക്ക് പേടിയാണ്. അങ്ങനെ ആർക്കും അവകാശവാദം പറയാനൊന്നുമല്ല. മറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്ഷണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നരകമോചനം ആത്മാർത്ഥമായി സത്യസന്ധമായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരേ ഒരു മാർഗമാണ്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ വരൂ. ആ മാർഗം എന്താണ് നിങ്ങൾ പഠിക്കൂ. ആ നിലപാടുകൾ എന്താണ് നിങ്ങൾ ചോദിച്ചറിയൂ. അതിൻ്റെ തെളിവുകൾ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടൂ നിങ്ങളുടെ പണ്ഡിതന്മാരോട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരി, ഏത് വിഭാഗമാണ് ശരി, ആരുടെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും.
ഈ രൂപത്തിൽ ആഖിറത്തിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് ലക്ഷ്യങ്ങളൊന്നും മുന്നിൽ വയ്ക്കാതെ, മറ്റാഗ്രഹങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കാതെ, റബ്ബിൻ്റെ തൃപ്തി മാത്രം, നരകമോചനം മാത്രം, സ്വർഗപ്രവേശനം മാത്രമായിരിക്കണം ഓരോ മുസ്ലിമിൻ്റെയും ലക്ഷ്യം, ഓരോ മുസ്ലിമിൻ്റെയും ആത്യന്തികമായിട്ടുള്ള അവൻ്റെ എയിം എന്നുള്ളത് ഇത് മാത്രമായിരിക്കണം. മറ്റൊന്നും അവനെ സ്വാധീനിക്കാൻ പാടില്ല. സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും മറ്റുള്ള ദുനിയാവിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു മുസ്ലിമിനെ ഈ ഒരു ആദർശത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. അത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താ? ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായിട്ടാണ്, ആർക്കും അറിയില്ല. ഇതെന്ത് ഇങ്ങനൊരു കാര്യം പറയുന്നത്, എന്തിങ്ങനൊരു ആദർശം പറയുന്നത്, ഇവനെന്ത് ഇങ്ങനെ പറയുന്നത് എന്നൊരു ഒരു അപരിചിതത്വം ആ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അത് വീണ്ടും അതേപോലാകും, വീണ്ടും അതേപോലെയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു ഫതൂബാ ലിൽ ഗുറബാ. അങ്ങനെയുള്ള അപരിചിതർക്ക് മംഗളം. അവർക്ക് ആളുകളുടെ ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ അതൊന്നും അവർ വകവയ്ക്കേണ്ടതില്ല. അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് സന്തോഷ വാർത്ത ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ആദർശത്തിൽ നമ്മളായാലേ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. എന്താ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ മലയാളത്തിൽ നേരായ പാത എന്ന് പറയാറുണ്ട്, വളവില്ലാത്ത പാത എന്ന് പറയാറുണ്ട്. അത് മാത്രമല്ല മുസ്തഖീമിൻ്റെ അർത്ഥം. മുസ്തഖീമായ പാത എന്ന് പറയുന്നത് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. എന്താ? നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടുന്ന പാത, നമുക്ക് വ്യതിചലനം പറ്റാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പാത, നമ്മൾക്ക് നമ്മുടെ മരണം വരെ ഉറച്ചു നിൽക്കാൻ അങ്ങേയറ്റം യോഗ്യമായ, അർഹമായ, അതിന് നമ്മൾ സഹായിക്കുന്ന പാത ഇസ്തിഖാമത്ത്. എന്താണ് ഇസ്തിഖാമത്ത്? അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്. സുഫിയാൻ അത്തഖഫി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ, എനിക്ക് ദീനിലൊരു കാര്യം പഠിപ്പിച്ചു തരണം. ആ കാര്യത്തെപ്പറ്റി പിന്നെ എനിക്ക് വേറെ ഒരാളോട് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വളരെ പരിപൂർണമായ ആശയം ഉൾക്കൊള്ളുന്നൊരു കാര്യമായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം. നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക, എന്നിട്ട് ഇസ്തിഖാമത്തിൽ തുടരുക, ഉറച്ചു നിൽക്കുക. അതിലെല്ലാം ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. അല്ലെ, ആയത്തുകൾ കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും അതിൽ ഇസ്തിഖാമത്തോട് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക. അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് എന്ത് പറയാ? അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കൊന്നും പേടിക്കുകയും വേണ്ട, ഒന്നിനെ തൊട്ട് നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള സ്വർഗം, ആ സ്വർഗത നിങ്ങൾക്ക് കിട്ടാൻ പോകണം, സന്തോഷിച്ചുള്ള. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ദീനിൽ സ്ഥിരത കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈമാൻ നമുക്ക് മുറുകെ പിടിക്കാൻ മരണം വരെ അള്ളാഹ് പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന മാർഗമാണ് ഈ സിറാത്തുൽ മുസ്തഖീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു
أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله صلى الله عليه وسلم. പറഞ്ഞു വന്നത് ഈ സിറാത്തുൽ മുസ്തഖീം അത് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയ പാതയാണെന്നും ആ പാത നാം ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണെന്നും അതുപോലെ തന്നെ ഈ പാത നമ്മൾ പിന്തുടരുമ്പോഴാണ് നമ്മൾക്ക് ഇസ്തിഖാമത്ത് ലഭിക്കുക എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് വളരെ അതിൻ്റെ പ്രാധാന്യം കൊണ്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും അതിൻ്റെ ഗൗരവം കാരണത്താൽ വീണ്ടും ആവർത്തിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സ്വഹാബത്തിൻ്റെ ഓരോ വിഷയത്തിലുള്ള നിലപാടുകൾ അതെന്തൊക്കെയാണ് എന്ന് ഓരോന്നോരോന്ന് ഇപ്പോൾ വിശദീകരിക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, ഒരുപാട് സമയം വേണ്ടതാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതും വളരെ വേഗത്തിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് വേഗത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്തൊക്കെ പോരായ്മകളുണ്ട്, നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംസാരങ്ങൾ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ്, അതിൻ്റെ ശരിക്കുള്ള അത് എത്രത്തോളം കുറ്റമറ്റതാണ് തിരിച്ചറിയാനുള്ള സബബുകളാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംസാരത്തെ മാറ്റുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസകാര്യങ്ങളാണ്. വിശ്വാസകാര്യങ്ങളാണ് ദീനിൻ്റെ അടിത്തറ. ഒരാളുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ എത്ര കുറ്റമറ്റതായിട്ടും അവനതെന്തിയിൽ ആഖിറത്തിൽ ഉപകരിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് ദഅവത്ത് ചെയ്യുമ്പോൾ അവരിൽ വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, മറ്റുള്ള എല്ലാ വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളുണ്ട്. ആ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. വിശ്വാസകാര്യങ്ങൾ ഏറ്റവും ആദ്യം പറയും. ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്, ഈമാൻ. എന്താണ് വിശ്വാസം, എന്ത് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്വഹാബത്തിന് ആ വിഷയത്തിലുള്ള നിലപാടെന്താ നമ്മൾ മനസ്സിലാക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു ഹദീസുണ്ട്. നമുക്കതിൽ കുറേ കാര്യങ്ങൾക്ക് അതിൽ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഈമാനു ബിളുഉം വസബ്ഊന, വേറൊരു റിവായത്തിൽ ബിളുഉം വസിത്തൂന ശുഅബ. ഈമാനിന് 70 പരം, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിലുള്ളതുപോലെ 60 പരം ഭാഗങ്ങളുണ്ട്. എന്നുവെച്ചാൽ പാർട്സ് നമ്മൾ പറയും, ഓരോരോ ഭാഗങ്ങളാണ്. അഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ശ്രദ്ധിക്കണം, ഈമാനെ പറ്റി പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരത്തിന് ഈമാനിലാണ് എണ്ണിയത്. എന്ന് വെച്ചാൽ സംസാരം ഈമാനിൽപ്പെട്ടതാണ്. പിന്നെ പറയുന്നത് എന്താ? വ അദ്നാഹ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, അതിലേറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യം ഏതാ? ഭാഗം ഏതാ? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നുള്ളതാണ്. വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എങ്ങനെയാണ്? നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ്. അപ്പം അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ ഭാഗമായിട്ട് എണ്ണിയത്. അപ്പം നമ്മളിൽ പല ആളുകളും കരുതുന്നത് പോലെ ഹൃദയത്തിനകത്തുള്ളത് മാത്രമല്ല ഈമാൻ. ഹൃദയത്തിനകത്തുള്ളതും ഈമാൻ തന്നെ, അതേപോലെ തന്നെ നാവുകൾ അത് പുറത്തേക്ക് വരുന്ന സംസാരവും ഈമാൻ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈമാൻ അറിയിക്കുന്നുണ്ട്. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? നമ്മളിൽ പല ആളുകളും, ഒരുപാട് ആളുകൾ, നമ്മൾ അവരോട് പല കാര്യങ്ങളും, ഒരു പുരുഷന്മാരോടാണെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളുടെ മുഖത്തുള്ള താടി രോമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ വെറുതെ വിടാത്തത്? നിങ്ങളുടെ വസ്ത്രം എന്താണ് നിര്യാണിക്ക് താഴെ പോകുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നരകത്തിലാണ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പ്രതികരിക്കെന്താ? അത്തഖ്വ ഹാഹുന, തഖ്വ എവിടെ? ഇവിടെ. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന എന്താ? എൻ്റെ മനസ്സ് ശുദ്ധമാണ്, എൻ്റെ ഈമാൻ ക്ലിയറാണ്, എൻ്റെ ഈ പുറത്തുള്ള ഈ രൂപം കണ്ടിട്ട് എൻ്റെ ഈമാൻ നിങ്ങൾ അളക്കണ്ട എന്ന രൂപത്തിലാണ് അവർ പ്രതികരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സൊലുഹത് സൊലുഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, അറിഞ്ഞുകൊള്ളുക, ആ മാംസകഷ്ണം അത് ഖൽബാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ഹൃദയം നന്നായാൽ അവൻ്റെ നാവ് നന്നാവും, അവൻ്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം നന്നാവും, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവും, എല്ലാം നന്നാവും. എന്ന് വെച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ ഹറാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹറാമുകൾ അവൻ മനസ്സിൽ താലോലിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ, അതിനോടുള്ള ഇഷ്ടം അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അവന് വാജിബുകൾ ചെയ്യാൻ അവൻ അതിൽ പരിശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കേടാണെന്ന, ഈമാന് പ്രശ്നമുണ്ടെന്ന. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് രണ്ടും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്, ഉള്ളും പുറവും. ഹൃദയം നന്നായാൽ പുറവും നന്നാവും, സംസാരം നന്നാവും, പ്രവർത്തനങ്ങൾ നന്നാവും, വാജിബുകൾ പാലിക്കും, ഹറാമുകൾ വിട്ടു നിൽക്കും. നേരെ തിരിച്ചാണോ? അവൻ്റെ ഹൃദയം കേടാണ്, ഈമാൻ ശരിയായിട്ടില്ല. ഏറ്റവും ഒന്നാമത്തെ കാര്യത. അതേപോലെ തന്നെ ഈമാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദിൻ്റെ വിഷയം. തൗഹീദിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചോദിച്ചു നോക്കി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട്. ഓരോ ആളുകളും ഓരോ അർത്ഥമാണ് പറയാം. ശ്രദ്ധിക്കണം, ദീനിൻ്റെ അടിസ്ഥാനം, ഒന്നാമത്തെ കാര്യം, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ് എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിൻ്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു നോക്കിയേ. പല ആളുകളും പല അർത്ഥങ്ങളാണ് പറയാം. നമ്മുടെ നാട്ടിലെ സമസ്തയുടെ മദ്രസകളിലൊക്കെ മറ്റുമൊക്കെ അവരുടെ പുസ്തകങ്ങൾ സിലബസായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ലാ ഖാലിഖ വലാ റാസിഖ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഫിൽ വുജൂദി
ഇല്ലല്ലാഹ്. സ്രഷ്ടാവും അതുപോലെ തന്നെ റിസ്ക് ഉപജീവനം നൽകുന്നവനുമായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണോ? അള്ളാഹു അല്ലാതെ സൃഷ്ടിക്കുന്നവനെ വേറെ ആരുമില്ല, ശരി തന്നെയാണ്. അള്ളാഹു അല്ലാതെ റിസ്ക് നൽകുന്നവനായി വേറെ ആരുമില്ല, ശരി തന്നെയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതാണോ? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ഇതായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ മക്കക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ ഹാലിളകിയത്? മക്കക്കാർ അംഗീകരിച്ചിരുന്നു അള്ളാഹു അവരുടെ ഖാലിഖായിട്ട്. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. അവരോട് അവരെ സൃഷ്ടിച്ചതും അവർക്ക് റിസ്ക് നൽകിയതും അവർക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണെന്ന് പറയാം. ലാത്തയാണെന്ന് അവർ പറയൂല, ഉസ്സയാണെന്ന് പറയൂല. അള്ളാഹുവിനെ ഖാലിഖായിട്ട് അംഗീകരിച്ചിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് തൃപ്തികരമാകാതിരുന്ന എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതല്ലാത്തതുകൊണ്ട് തന്നെ. മക്കക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? അള്ളാഹ് ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്, അതുമാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ പ്രതികരിച്ചത്? മക്കക്കാർ ചോദിക്കുന്ന ചോദ്യം അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇവൻ എല്ലാ ഇലാഹകളെയും ഒറ്റ ഇലാഹാക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ട് അവർ പറയുന്നു, ഇവൻ എല്ലാത്തിനെയും അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരോട് വിളിച്ച് തേടാൻ പാടില്ല, ഇവന് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അള്ളാഹോട് മാത്രം എല്ലാത്തിനും ഒന്നാക്കുകയാണോ? ഇങ്ങനെ മക്കക്കാർ പ്രതികരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന. മറ്റാർക്കും അതിന് അർഹതയില്ല. റസൂലിനില്ല, നബിക്കില്ല, മലക്കിനില്ല, വലിയിനില്ല, ആർക്കുമില്ല. ഇബാദത്തുകൾ നൽകപ്പെടാനുള്ള അർഹത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അത് പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, ഇസ്തിഗാസ എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, എന്ത് പേരിട്ടാലും ഇബാദത്തിന് ഇനങ്ങളിൽ പെടുന്ന ഒരു കാര്യവും അള്ളാഹു അല്ലാതെ മറ്റാരും അർഹിക്കുന്നില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, ഇബാദത്തിന് അർഹതയുള്ള ഒന്നുമില്ല, ഒരു കാര്യമില്ല, നിഷേധിക്കുകയാണ്. ഒരു കാര്യമില്ല ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അള്ളാഹുവിന് മാത്രമേ അതിന് അർഹതയുള്ളൂ. നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാനും തേടാനും നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവനിലേക്ക് തിരിയാനും കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്താനും എല്ലാത്തിനും അർഹനായവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വേറൊരാൾക്കും അതിന് അർഹതയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു അടിസ്ഥാന വിഷയം പോലും മനസ്സിലാക്കി എത്ര മുസ്ലിമീങ്ങളുണ്ട്? അതേപോലെ തന്നെ തൗഹീദിൻ്റെ മറ്റൊരു വിഷയമാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ ആളുകളൊക്കെ നടത്തിയ, മുൻകാല പ്രസ്ഥാനക്കാരും മറ്റുമൊക്കെ നടത്തിയ പല പ്രവർത്തനങ്ങളും മറ്റു പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം നമ്മൾക്ക് പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിൽ പല ആളുകളും കേട്ടിട്ട് പോലും ഇല്ലാത്ത വിഷയമാണെന്ത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നുള്ള വിഷയം. പല ആളുകൾക്കും അങ്ങനെ ഒരു തൗഹീദിൻ്റെ ഇനമുള്ളതെന്നെ അറിയില്ല. തൗഹീദിന് 3 ഇനങ്ങളാണ്: തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ എല്ലാ ആളുകളുടെ ഫിത്രത്തിലും ഒരുവിധം നിലനിൽക്കുന്നത് കൊണ്ട് അത് പ്രത്യേകം എടുത്ത് പഠിപ്പിക്കപ്പെടാറില്ല. മക്കാ മുശ്രിക്കുകളോരും അവർ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ, ഖാലിഖ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയാം. എന്നാൽ ഉലൂഹിയത്തിൻ്റെ വിഷയമാണ് നബിമാർ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഈ ഒരു വിഷയം. അവനല്ലാതെ ബലികർമ്മങ്ങൾ ചെയ്യരുത്, നേർച്ച വഴിപാടുകൾ അവനല്ലാതെ കൊടുക്കരുത്, ഈ ഒരു കാര്യം. ഇതാണ് ഉലൂഹിയത്ത്. ഇതിനോട് കൂടെ തൗഹീദിന് മറ്റൊരിനം കൂടുണ്ട്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹ് പറഞ്ഞില്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അത്യുത്തമമായ ഒരുപാട് നാമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഇന്ന ലില്ലാഹി 99 ഇസ്മാ
അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരാണോ ആ നാമങ്ങൾ പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിൽ പലർക്കും ഈ ഒരു വിഷയത്തിൽ വലിയ അജ്ഞത ഇന്നും നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ ആളുകൾക്ക് പോലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായി അറിയുന്ന കാര്യമാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് സമനായി അവനെപ്പോലെ ആരുമില്ല, ഒരു കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചെന്നതോ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നതോ ആയ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കണം നമുക്ക്. എന്നുവെച്ചാൽ അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നാമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു എവിടെയാണ്? ഒരു മുസ്ലിമായ ഒരാളോട് ചോദിച്ചു നോക്കേ, അവൻ കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം പോലെ പകച്ചു നിൽക്കുന്നത് കാണാം. പല ആളുകൾക്ക് അതിന് ഉത്തരം അറിയില്ല. അള്ളാഹു എവിടെയാ? പല ആളുകളും പറയാം എന്താ, എല്ലാം അവിടെയുണ്ട്, എല്ലാം അവിടെയുണ്ട്, മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും കേൾക്കുന്ന സൂറത്താണ് സൂറത്തുൽ അഅല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും മുകളിലായത്. അള്ളാഹു നാമങ്ങളിലൊരു നാമമാണ് അല്ലാഹിർ. എന്താണ് അല്ലാഹിറിൻ്റെ അർത്ഥം? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസിൽ, ലൈസ ഫൗഖഹു ഷൈ, അവൻ്റെ മുകളിൽ ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും മുകളിലുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല, എല്ലാത്തിൻ്റെയും മുകളിൽ. അവന് മുകളിൽ യാതൊരു കാര്യമില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ ചോദിച്ചാൽ നമ്മളെന്താ പറയേണ്ടത്? എല്ലാത്തിനുപരിയിലാണ്, എല്ലാത്തിനുപരിയിലാണ്. ഒരിക്കലും അവൻ എല്ലാവിടെ ഉള്ളവനല്ല. ശരിയാണ്, അവൻ്റെ അറിവ് കൊണ്ടും അവൻ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കൊക്കെ അവൻ എല്ലാവിടെ ഉള്ളവനാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും എന്ന ആയത്തിൽ കാണാം, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതെന്തർത്ഥത്തിലാണ്? മുന്നിലൊക്കെ ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ്? അല്ല, അവൻ്റെ അറിവ് കൊണ്ട് അവൻ നമ്മളെ വലയം ചെയ്തിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ അവൻ എല്ലാവിടെ, നമ്മളെവിടെ പോയാലും അവനുണ്ട്. ഏത് കൂരിട്ടിൽ നമ്മൾ ഒളിച്ചിരുന്നാലും അവൻ നമ്മളിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കാണുന്നവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, അറിയുന്നവനായിട്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉള്ളവനാണ്. മറിച്ച് പക്ഷെ അവൻ ശരിക്കും നിലനിൽക്കുന്ന എവിടെയാണ്? അവൻ്റെ സ്ഥാനം എവിടെയാണ്? എല്ലാത്തിനുപരിയിലാണ്, എല്ലാത്തിനുപരിയിലാണ്. എല്ലാ സൃഷ്ടികളും അവൻ്റെ താഴെയാണ്, എല്ലാം. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചെന്ന വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഉദാഹരണം ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിൻ്റെ സംസാരങ്ങൾ പെട്ടതാണെന്ത്? ഖുർആൻ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ പോലെ സമനായി മറ്റാരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം പറയുമ്പോൾ അതൊരിക്കലും മറ്റൊരു സൃഷ്ടിയുമായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മുടെ മൈൻഡിൽ ഒരു താരതമ്യം കൊണ്ടുവരരുത്. സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരം പോലെ ചിന്തിക്കുക, ഏതെങ്കിലും സൃഷ്ടികളുടെ സംസാരം പോലെ ചിന്തിക്കുക ഒരിക്കലും പാടില്ല. മറിച്ച് സംസാരമാണോ? സംസാരമാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കണം. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. മൂസ അലൈഹിസ്സലാമിനെ പറ്റി നമ്മൾ എന്താ പറയുക? കലീമുള്ള എന്ന് പറയും. എന്താ കലീമുള്ള എന്ന് പറഞ്ഞാൽ? അള്ളാഹു നേരിട്ട് സംസാരിച്ചു എന്നാണ്. അപ്പം അള്ളാഹു സംസാരിക്കും, നമ്മുടെ സംസാരം പോലല്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ട സംസാരം തന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് വജ്ഹുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ മഹത്വം നിറഞ്ഞ ഏറ്റവും കുറ്റമറ്റതായ ഒരു ന്യൂനതകളും ഇല്ലാത്ത ആ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം?
മുഖം, ഫേസ്. അള്ളാഹുവിന് മുഖമുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ഒരിക്കലും ഒരു സൃഷ്ടിയുടേതായി നമ്മളതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. ഒരു സൃഷ്ടിയുടെ മുഖം പോലും അള്ളാഹുവിൻ്റെ സുബ്ഹാനഹു വ തആല മുഖം. അത് ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനേക്കാളും മികച്ചതാണ്, ഒരു ന്യൂനതകളും ഇല്ലാത്തവനാണ്, ഏറ്റവും പരിപൂർണനായവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പോലെ ഭംഗിയുള്ള പൂർണ്ണതയുള്ള മറ്റൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ദുനിയാവിൽ ഭംഗിയുള്ള നമ്മൾ പലതിനെയും കണ്ടിട്ടുണ്ടാവും. വസ്തുക്കളെ കണ്ടിട്ടുണ്ടാവും, സ്ഥലങ്ങളെ കണ്ടിട്ടുണ്ടാവും, പലതിനെയും കണ്ടിട്ടുണ്ടാവും. പലതിൻ്റെയും ഭംഗി കണ്ട് നമ്മൾ അമ്പരന്ന് നോക്കി നിന്ന് പോയിട്ടുണ്ടാവും. ഈ ഭംഗിയുള്ള സൃഷ്ടിജാലങ്ങൾക്കൊക്കെ ഭംഗി കൊടുത്തത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. കൊടുത്തവനാണോ കൂടുതലുണ്ടാവുക, കിട്ടിയവനാണോ കൂടുതലുണ്ടാവുക? ആർക്കാ കൂടുതലുണ്ടാവുക? ആർക്കുണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ഭംഗിയുള്ളൊന്നുമില്ല. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, സ്വർഗവാസികൾ സ്വർഗത്തിൽ അവരുടെ ആസ്വാദനങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്ന മാത്രയിൽ സ്വർഗവാസികൾ അവർക്ക് ലഭിച്ചിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായി മറന്നുപോകും. സ്വർഗത്തിൽ ഒരടിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ വജ്ഹിലേക്ക് നോക്കാൻ സാധിക്കണം. അതിനേക്കാൾ വലിയ അനുഗ്രഹമല്ല ഹൂറിലീങ്ങളും അവിടുത്തെ മണിമാളികളും ഒന്നും. അള്ളാഹുവിൻ്റെ വജ്ഹിലേക്ക് നോക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിനേക്കാൾ ഒരു അനുഗ്രഹം വേറൊന്നുമില്ല. അള്ളാഹുവിന് വജ്ഹുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചെന്ന വേറൊരുപാട് വിശേഷണങ്ങളുണ്ട്. ബൽ യദാഹു മബ്സൂതത്താൻ, അവൻ്റെ 2 കൈകൾ നിവർത്തപ്പെട്ടതാണ്. അവന് 2 കൈകളുണ്ട്. നമ്മുടെ കൈകൾ പോലല്ല, എന്നാൽ 2 കൈകൾ തന്നെയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും സൃഷ്ടികളുമായി താരതമ്യം ചെയ്യാതെ, എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഓരോ കാര്യത്തിലും, ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് ആ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ നിലപാട്. ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈമാൻ്റെ വിഷയം, അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില കാര്യങ്ങൾ ഒരാളുടെ ഈമാനിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ, നമ്മൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിം വാപ്പാനും ഉമ്മാൻ്റെയും മകനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മുസ്ലിമായി തന്നെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കടന്നു വന്നാൽ നമ്മൾ മുസ്ലിം അല്ലാതായിത്തീരും. ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ നവാഖിദുൽ ഇസ്ലാം അല്ലെങ്കിൽ നവാഖിദുൽ ഈമാൻ എന്ന പേരിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പണ്ഡിതന്മാർ വിശദീകരിച്ച് പഠിപ്പിച്ചു തരാറുണ്ട്. അത്തരം കാര്യങ്ങൾ അത് സംസാരം കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. ഈമാനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ. പ്രവർത്തനം കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. സംശയം കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ. ഉദാഹരണത്തിന്, ഒരാൾ നിസ്കരിക്കുന്നില്ല, ഒരാൾ മുസ്ലിമാണ്, അവൻ്റെ സർട്ടിഫിക്കറ്റിലും അവൻ്റെ ഐഡൻറ്റിറ്റിയിലൊക്കെ മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അവൻ നിസ്കാരമേ ഇല്ല. വല്ലപ്പോഴും ചിലപ്പോൾ പെരുന്നാളിന് വരും, ചിലപ്പോൾ ഇടയ്ക്ക് ഒഴിവ് കിട്ടിയാൽ ജുമുഅയ്ക്കും വരും. അവൻ മുസ്ലിമല്ല, മുസ്ലിമാണെന്ന് അവൻ പറഞ്ഞാലും അവൻ മുസ്ലിം അല്ലാതായിട്ടുണ്ട് നിസ്കാരം ഒഴിവാക്കിയതിലൂടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ-അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മൾ മുസ്ലിമീങ്ങളും അവർ അമുസ്ലിമീങ്ങളും ഇവർക്കിടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ്, ഫമൻ തറകഹ ഫഖദ് കഫർ, ആരാണത് ഒഴിവാക്കിയത് അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ സംസാരം കൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്.
അതിൽപ്പെട്ടതാണെന്ത്? സമൂഹത്തിൽ അങ്ങേറ്റം വ്യാപിച്ചിട്ടുള്ള കാര്യമാണെന്ത്? ദീനിൻ്റെ അടയാളങ്ങളെ പരിഹസിക്കുക, കളിയാക്കുക. ഒരാൾ താടി സുന്നത്തായ രൂപത്തിൽ വളർത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിൻ്റെ നാട്ടിലൊന്നും ബാർബർ ഷോപ്പില്ലേ എന്ന് ചോദിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തിക്കഴിഞ്ഞാൽ വസ്ത്രമില്ലാനിട്ടാണോ, അല്ലെങ്കിൽ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടോ, വെള്ളപ്പൊക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. അവരറിയുക, ഈ സംസാരം അവനെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം, അവന് മുസ്ലിം അല്ലാതാക്കുന്ന സംസാരമാണത്. അവൻ്റെ ഹൃദയത്തിലെ ഈമാനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന സംസാരമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ സംശയം കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരാൾ ഉയർത്തെഴുന്നേൽപ്പ് സംശയിക്കുകയാണ്. എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട്? ഇപ്പം ഇന്ന് തന്നെ 700 കോടി ആളുകൾ ഈ ദുനിയാവിലുണ്ട്, ജനസംഖ്യ. ഇവരൊക്കെ മരണപ്പെട്ട് ഇവരൊക്കെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, അതൊക്കെ എങ്ങനെ നടക്കുക, അതൊക്കെ സാധിക്കുമോ എന്നൊരാൾ സംശയിച്ചു കഴിഞ്ഞാൽ അതൊരാളെ ദീനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന കാര്യം. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ കുറേ വിഷയങ്ങൾ. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾക്ക് നമ്മുടെ ഈമാൻ ഹൃദയത്തിൽ കുറ്റമറ്റതായി നിലനിർത്താൻ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയണം. അല്ലേ? സലഫുകൾ പറയാറുണ്ട്, അറഫ്തു ശർറ ലാ ലിശർരി വലാകിൻ ലിതവഖി. ഞാനൊരു ഷർറിനെ പറ്റി അറിഞ്ഞു, എന്തിനു വേണ്ടി? ആ ഷർറ് ചെയ്യാനല്ല. വലാകിൻ ലിതവഖിഹി, ആ കാര്യത്തെ തൊട്ട് രക്ഷ തേടാൻ, മാറി നിൽക്കാൻ, ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കാൻ. ലിയന്ന മൻ ലം യഅരിഫി ശർറ യഖഅ ഫീഹി. കാരണം ഒരാൾക്കൊരു ഷർറ് അറിയില്ലെങ്കിൽ അവൻ ആ ഷർറിൽ വീഴും. എന്താണ് ഷിർക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷിർക്കിൽ നിങ്ങൾ വീഴും. നിങ്ങൾ വിചാരിക്കുന്നത് തൗഹീദാണെന്ന്, നിങ്ങൾ വിചാരിക്കും ഞാൻ മുവഹിദാണെന്ന്. എൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഷിർക്ക് എന്താണെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ദിവസവും ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ ഈമാനെ പൂർണ്ണമായും തകർക്കുന്ന കാര്യങ്ങൾ, നമ്മളെ മുസ്ലിം അല്ലാതാക്കി തീർക്കുന്ന കാര്യങ്ങൾ, അതെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ചുറ്റുപാടും ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരവബോധമെങ്കിലും നമ്മൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മുസ്ലിമാണെന്നായിരിക്കും, റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ വേറൊരു തരത്തിലായിരിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഈ ഈമാനിനെ, ഈ പറയപ്പെട്ട നമ്മുടെ ഈമാനെ പൂർണ്ണമായും തകർക്കുന്ന കാര്യങ്ങളല്ലാതെ വേറൊരുപാട് തിന്മകളുണ്ട്. നമ്മുടെ ഈമാനെ സാരമായി ബാധിക്കുന്ന, അതിൻ്റെ അളവിനെ വല്ലാതെ കുറയ്ക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. അതിനെയാണ് ഒറ്റ വാക്കിൽ വൻപാപങ്ങൾ എന്ന് പറയാം. ഈ വൻപാപങ്ങളെ നമ്മൾ വളരെയധികം പേടിക്കണം. ബാക്കിയുള്ള തിന്മകളെ പേടിക്കേണ്ട, നിസ്സാരവൽക്കരിക്കാൻ പറയുന്നതല്ല. പക്ഷേ ബാക്കിയുള്ള തിന്മകൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരമാവധി നമുക്ക് പുറത്തു തരും. അത് പുറത്തു തരാൻ റബ്ബ് ഒരുപാട് വഴികൾ നിശ്ചയിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് എണ്ണി തീർക്കാൻ സാധിക്കില്ല. അത്രയധികം വഴികൾ ബാക്കിയുള്ള തിന്മകൾ പൊറുപ്പിക്കപ്പെടാൻ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ. ഒരാൾ വൻപാപങ്ങളില്ലാത്ത ഒരാളാണെങ്കിൽ, ബാക്കിയുള്ള തിന്മകളെ അയാൾക്കുള്ളുവെങ്കിൽ അയാളുടെ 5 നേരത്തെ നിസ്കാരം, അയാളുടെ ജുമുഅ, അയാളുടെ റമദാൻ, ഇതൊക്കെയും അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാണ്. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുസീബത്തുകൾ, പ്രയാസങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുള്ളു കുത്തുന്നത് പോലും, ഹത്ത ഷൗക്കത യുഷാക്കുഹ, ഒരു മുള്ളു കുത്തുന്നത് പോലും തൗഹീദുള്ള ഈമാനുള്ള ഒരാൾക്ക് അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വുളൂ ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, ഒരു അടിമയുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് ഒരു മരത്തിൽ നിന്ന്, ഉണങ്ങിയ മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ. ഇങ്ങനെ ഒരുപാട് വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വൻപാപങ്ങൾ അങ്ങനെയല്ല. വൻപാപങ്ങൾ നമ്മൾ തൗബ ചെയ്താലല്ലാതെ റബ്ബ് പുറത്തു തരൂല. നമ്മൾ വൻപാപങ്ങളുമായിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ കുറച്ച് അപകടമാണ്. നമ്മൾ നരകത്തിൽ പ്രവേശിക്കാൻ അത് കാരണമായി തീർന്നേക്കാം.
അതുകൊണ്ട് നമ്മൾ വൻപാപങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അള്ളാഹ് പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാത്തിക്കും വനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമ. നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, നുകഫിർ അൻകും സയ്യാത്തി, നിങ്ങളുടെ ബാക്കിയുള്ള തിന്മകൾ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹ് ഉറപ്പ് തരികയാണ്, ബാക്കി നിങ്ങളുടെ എല്ലാ തിന്മകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്ത് ചെയ്താൽ? വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമ, നിങ്ങളെ ഏറ്റവും മാന്യമായ സ്ഥലത്ത് സ്വർഗത്തിൽ ഞാൻ പ്രവേശിപ്പിക്കും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിനൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താ? വൻപാപങ്ങൾ ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വൻപാപങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കെങ്ങനെ അത് ഒഴിവാക്കാൻ സാധിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്കറിയില്ല എന്തൊക്കെയാണ് ദീനിൽ വൻപാപം, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ കഴിയുക? നിങ്ങൾക്ക് പറ്റുമോ? പല ആളുകളും കരുതിയിട്ടുള്ള വൻപാപങ്ങൾ ആകെ 7 ഉള്ളൂ എന്നാണ്. ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ആകെ 7 വൻപാപങ്ങളേ ഉള്ളൂ. ശരിയാണ്, വൻപാപങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ചത്, ഏറ്റവും ഗൗരവമുള്ളത് 7. അതിൻ്റെ അർത്ഥം വൻപാപങ്ങൾ 7 ഉള്ളൂ എന്നല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് മൊത്തം കണക്ക് കൂട്ടിയാൽ 700ഓളം വരും. എല്ലാം പഠിക്കണമെന്നില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ നിത്യജീവിതം, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലിയുടെ മേഖല, നമ്മുടെ വീട്ടിലുള്ള ഓരോ വിഷയം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ മേഖലകളുണ്ട്. വീട്ടിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഒരു ഉപ്പ എന്ന നിലയ്ക്ക്, മകൻ എന്ന നിലയ്ക്ക്, സഹോദരൻ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക്, സ്ത്രീകളാണെങ്കിൽ അങ്ങനെ തിരിച്ചും ഓരോ മേഖലകളിലും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചാൻസുള്ള വൻപാപങ്ങളെ പറ്റിയെങ്കിലും നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ച് നമ്മളെ വിഷയം സേഫായി എപ്പോഴും നിലനിർത്തണം. കാരണം മരണം എപ്പോഴും വരാം. നിങ്ങൾ ചെറുപ്പക്കാരനായിരിക്കാം, നിങ്ങൾക്ക് എല്ലാ ചെക്കുകൾ ചെയ്യുമ്പോൾ, എല്ലാ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഒരു വിഷയത്തിലും ഒരു പ്രശ്നവും കാണിച്ചിട്ടുണ്ടാവില്ല, ഒരു ക്ലിനിക്കിലും ഒരു ലാബിലും. പക്ഷേ അത് നിങ്ങൾ മരിക്കാതിരിക്കാനൊരു തടസ്സമല്ല. നിങ്ങളുടെ മസിൽ പവറോ നിങ്ങളുടെ ചുറുചുറുക്കോ ഒന്നും നിങ്ങൾ മരിക്കാതിരിക്കാനുള്ള തടസ്സമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമ്മൾ പിന്നെ മരിക്കുന്നതിൽ നിന്ന് വൈകിപ്പോവില്ല, വിട്ടുകിടക്കൂല. അപ്പം ഈ മരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെയാണ് റബ്ബ് നമ്മളെ കണക്കാക്കുക. ഒരാൾ ഒരുപാട് കാലം നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കാനാവുമ്പോൾ നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ, മരണപ്പെട്ടാൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട നരകത്തിൻ്റെ ആളായിട്ടാണ്. നേരെ തിരിച്ചു അങ്ങനെ തന്നെ. ഒരാൾ ഒരുപാട് കാലം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മരിക്കാനായ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മരണപ്പെട്ടാൽ അവൻ നല്ല ആളുകളുടെ കൂട്ടത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പം നമ്മൾക്ക് ഈ മരണം എപ്പോഴാണ് നമ്മളിലേക്ക് വന്നെത്തുക എന്നറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് എപ്പോഴും നന്നായി മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പോൾ ഈ മരണം ഈ നിമിഷം നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോലും നമ്മൾക്കതൊരു നഷ്ടമാകരുത്. ആ രൂപത്തിൽ നമ്മളെപ്പോഴും ഈ പറഞ്ഞ വിശ്വാസങ്ങൾ മാറ്റി നമ്മുടെ ഓരോ നിലപാടുകൾ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ പോലാക്കി നാം നമ്മുടെ ജീവിതത്തെ പരലോകത്തിന് വേണ്ടി പരമാവധി ഒരുക്കി റബ്ബിനെ കണ്ടുമുട്ടാൻ നാം ഓരോരുത്തരും തയ്യാറെടുക്കുക, ഒരുങ്ങിയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നാം ഓരോരുത്തർക്കും ഈ ഒരു സംസാരം സ്വഹാബത്തിൻ്റെ മാർഗത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു സബബാക്കി തീർക്കുകയും അങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരെയും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ നാം ഓരോരുത്തരെയും അവൻ സഹായിക്കുമാറാവട്ടെ. നമ്മളെ ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.